Bible Crown 2020. The Lena Risa family dedicates with the prayers Bible Crown 2020 for the promotion and propagation of the Word of God. Bible Crown 2020. ദൈവവചനത്തിന്റെ പൊൻവെളിച്ചം ഇരുളടഞ്ഞ ജീവിതങ്ങളെ പ്രഭാപൂരിതമാക്കുവാൻ ബൈബിൾ ക്രൗൺ 2020 മുഖാന്തിരമൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജോൺ വർഗീസ്, ബീന ജോൺ, നിഖിൽ ആൻഡ് നിതിൻ, USA. ദൈവത്തിന്റെ തിരുവചനം പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ബൈബിൾ ക്രൗൺ 2020. ബൈബിൾ ക്രൗൺ 2020. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്പിതാവാം ദൈവമേ, ഒരു പുതിയ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ച എല്ലാ കൃപകൾക്കായിട്ടും സ്തോത്രം. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. കർത്താവ്, ഈ എപ്പിസോഡിൽ പങ്കെടുക്കുവാനായി കടന്നു വന്നിരിക്കുന്ന മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിലും കാവലും സൂക്ഷിച്ച് അടിയങ്ങളെ അനുഗ്രഹപ്രദമായി വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക കാര്യങ്ങൾക്ക് അവിടുത്തെ വചനത്തിൻ്റേതായിട്ടുള്ള പൊരുൾ മനസ്സിലാക്കുവാനും അങ്ങേ തേടുവാനും യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടുവാനും വാഴ്ത്തപ്പെടുവാനും നമുക്ക് മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും അങ്ങനെ കൊണ്ട് സൂക്ഷിക്കാൻ സഹായിക്കണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുവാറാണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകമെമ്പാടുമുള്ള വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് കർത്തനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. നാം ഇന്ന് ഒലീവ് സ്റ്റേജിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രത്യേകമായ ഒരു ഇൻട്രഡക്ഷൻ ആർക്കും ഇന്ന് ആവശ്യമില്ല. കാരണം ഏതൻ സ്റ്റേജിലൂടെ മത്സരാർത്ഥികളും അതോടൊപ്പം സ്കോർ കീപ്പേഴ്സുമെല്ലാം എല്ലാ പ്രേക്ഷകർക്കും പരിചിതരാണ്. എങ്കിലും ഒരു ചടങ്ങിൻ്റേതായിട്ടുള്ള ഔപചാരികത എന്നോണം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. സ്കോർ കീപ്പേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട മിസസ് രാജീവ് വർഗീസിനെയും മിസസ് ലീനയെയും ഈ എപ്പിസോഡിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് ഇന്ന് മത്സരാർത്ഥികളായിട്ട് എത്തിയിരിക്കുന്ന അക്സ ജയസ്, എഡ്വിൻ എബ്രഹാം ജെയിംസ്, ലിക്സ മോൾ എന്നിവരെയും ഈ ഒലീവ് സ്റ്റേജിലെ എപ്പിസോഡിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുക. അക്സ, എങ്ങനെയുണ്ട് തയ്യാറെടുപ്പ്? എങ്ങനെ? ബൈബിൾ വായിച്ചു അതോ പ്രശ്നോത്തര ഗ്രന്ഥങ്ങൾ വിഴുങ്ങിയോ? എങ്ങനെയാണ്? ബൈബിൾ വായിച്ചു. റൈറ്റ്. പ്രശ്നോത്തരയുടെ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചോ? വെരി. ഒരു കോൺഫിഡൻ്റ് ആണോ? യു ആർ കോൺഫിഡൻസ്. ദാറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ നല്ലൊരു മത്സരം പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എഡ്വിൻ എബ്രഹാം ജെയിംസ്, എങ്ങനെയുണ്ട്? തയ്യാറായോ? ആയി. ഏത് സൈഡിലാണ് കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തിയത്? ബൈബിൾ പാരായണത്തിലാണോ അതോ ബൈബിൾ പ്രശ്നോത്തരി ഗ്രന്ഥങ്ങൾ അനവധി ഇന്ന് മാർക്കറ്റിലുണ്ട്, അവയിലാണോ? ബൈബിൾ വായിച്ചു. മുഴുവനും വായിച്ചു തീർത്തു. ഓൾമോസ്റ്റ്. പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചു അല്ലേ? അങ്ങനെ. വെരി ഗുഡ്. അപ്പോൾ തയ്യാറാണ്? ഒരു മത്സരത്തിൽ തന്നെ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്? ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്. സോ ബെസ്റ്റ് വിഷസ് മിസ്റ്റർ എഡ്വിൻ. താങ്ക് യു. റൈറ്റ്, ഓൾ ദി ബെസ്റ്റ്. ലിക്സ മോൾ പറയൂ, എങ്ങനെയുണ്ട്? തയ്യാറായോ? ഒരു ചെറിയ മാന്യത രണ്ടാം റൗണ്ടിലേക്ക് വന്നപ്പോൾ ഒരു ചെറിയ ഭയമുണ്ട്. ഭയപ്പെട്ട കാര്യമില്ല, യാതൊരു ഭയപ്പെട്ട ആവശ്യമില്ല. ഉണ്ടോ അക്സ? അക്സ ധൈര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. റെഡിയല്ലേ? നത്തിങ് ടു ഫിയർ, ബി കോൺഫിഡൻസ്. വളരെ നിസ്സാരമായിട്ട് പോകാം. കാരണം നിങ്ങൾ ഏതൻ സ്റ്റേജ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജായ ഒലീവ് സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. നമുക്കിതുപോലെ 7 സ്റ്റേജ് കഴിഞ്ഞ് യെരുശലേമിലെത്തേണ്ടത്. അപ്പോൾ യെരുശലേം സ്റ്റേജ് വരെ വരണമെങ്കിൽ ഇങ്ങനെ പടിപടിയായി മുന്നോട്ട് പോകുമ്പോൾ ഓരോ റൗണ്ടിൽ ലഭിക്കുന്ന ആത്മവിശ്വാസം, ധൈര്യം,
എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണ, ഇതെല്ലാം ഏകത്വം മനസ്സിലാക്കി കഴിയും. എന്തിനാ ഭയപ്പെട്ട കാര്യം? ഭയമുണ്ടോ? ഇല്ല. ഡോണ്ട് ബി അഫ്രൈഡ്. ബി കോൺഫിഡൻസ്. ഓൾറൈറ്റ്, വെൽക്കം ലിക്സ മോൾ. താങ്ക് യു. നമ്മുടെ ഒലീവ് സ്റ്റേജ് എന്ന് ഞാൻ പറയുമ്പോൾ അത് നമ്മുടെ ഏതൻ സ്റ്റേജിനേക്കാൾ അല്പം വ്യത്യസ്തമാണ്. ഏതൻ സ്റ്റേജിൽ പഴയ നിയമ റൗണ്ടിൽ 3 ചോദ്യമേ ഉണ്ടായിരുന്നു. മത്സരാർത്ഥികൾക്കെല്ലാം ഓരോ ചോദ്യം, അത് ഒന്ന് കഴിഞ്ഞ് ഒന്നാണ്. എന്നാൽ നാം ഒലീവ് സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ പഴയ നിയമ റൗണ്ടിൽ 6 ചോദ്യങ്ങളാണ്. മനസ്സിലായി? പുതിയ നിയമ റൗണ്ടിൽ 6 ചോദ്യങ്ങൾ. മാർക്കിനും വ്യത്യാസമുണ്ട്. പഴയ നിയമ റൗണ്ട് നാം ആദ്യത്തെ സ്റ്റേജായ ഏതൻ സ്റ്റേജിൽ അവയ്ക്ക് 4 മാർക്ക് വീതം ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ 5 വർദ്ധിച്ചിരിക്കുന്നു. ഓൾറൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തതകൾ കൂടാതെ നമ്മുടെ ചൂസ് ആൻഡ് ആൻസർ എന്നുള്ളത് ചോദ്യം നേരിട്ട് ചോദിക്കാനാണ് ഇതുവരെയുള്ള റൗണ്ടിലുള്ളവർ പറഞ്ഞത്. നിങ്ങൾക്കും അങ്ങനെ നേരിട്ട് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. സമ്മതമാണോ? ചൂസ് ചെയ്യണോ അതോ നേരിട്ട് ചോദിക്കണോ? എന്താ താല്പര്യം? നേരിട്ട് ചോദിക്കും. ലിക്സ മോളുടെ അഭിപ്രായം എന്താണ്? നേരിട്ട് ചോദിക്കാം. പിന്നെ എഡ്വിൻ്റെ അഭിപ്രായമില്ല, 2 പേര് വേണമെന്ന് പറഞ്ഞു. ഇപ്പം വേണ്ടെന്ന് പറഞ്ഞാലും സാധ്യമല്ല. സോ നേരിട്ട് തന്നെ ചോദിക്കാം, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. കൂടാതെ രണ്ടാമത്തെ റൗണ്ടിൽ ഒലീവ് സ്റ്റേജിൽ നമുക്ക് ഒരു പുതിയ റൗണ്ട് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് പ്രൈസ് റൗണ്ട്. ദൈവത്തെ ഓരോ മത്സരാർത്ഥിക്കും പാടി സ്തുതിക്കുവാൻ തക്കവണ്ണം ഒരു അവസരമാണ്. അപ്പോൾ പാടി സ്തുതിക്കുക എന്ന് പറയുമ്പോൾ അത് ആത്മീയ ഗീതങ്ങളായിരിക്കണം, ക്രിസ്തീയ ഗീതങ്ങളായിരിക്കണം. മനസ്സിലായല്ലോ? അതെ, 4 മിനിറ്റ് വരെ പാടാം. ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ ആദ്യത്തെ പല്ലവി പാടിയിട്ട് നിർത്തിക്കളയരുത്. പല്ലവി, അനുപല്ലവി, ചരണങ്ങൾ, അങ്ങനെ 4 മിനിറ്റ് വരെ പാടാം. ഏതൊരു ക്രിസ്തീയ ഗാനമാണെങ്കിലും 3.5 മിനിറ്റിൽ കൂടുതലുള്ള ഗാനങ്ങൾ, അല്ലെങ്കിൽ പഴയ കാലത്തെ KV സൈമൺ സാറിൻ്റെ കീർത്തനങ്ങളായിരിക്കണം. അങ്ങനെ ഉണ്ട്. അതാ പാടാൻ പോകുന്നതെങ്കിൽ പോലും 4 മിനിറ്റ് ആകുമ്പോൾ നിർത്തണം. അല്ലെങ്കിൽ ബെല്ലിൽ കൂടുതൽ പാടിപ്പോയി കഴിഞ്ഞാൽ മാർക്ക് കുറയും. അപ്പോൾ പാട്ടിൽ എന്താ ശ്രദ്ധിക്കുന്നത്? നിങ്ങളുടെ സ്ഫുടത, വരികളുടെ കൃത്യത, പിന്നെ സംഗീതത്തോടുള്ള വിൽപ്പത്തി, എല്ലാത്തിലും ഉപരിയായിട്ട് ഒരു ആത്മീയമായ അനുഭവത്തിലൂടെയാണ് അത് ജഡ്ജ് ചെയ്യുന്നത്. ഓൾറൈറ്റ്. അപ്പോൾ ഇതൊരു ആത്മീയ ഗീതമാണ്. നാം ദൈവത്തെ സ്തുതിക്കുകയാണ്, ആരാധനയാണ്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ റൗണ്ട് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജിൽ അപ്രകാരം ഒരു റൗണ്ട് കൂടിയുണ്ട്. അതിന് 9 മാർക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഓൾറൈറ്റ്. അവസാനമായിട്ട് നമ്മുടെ ബൈബിൾ ബമ്പർ. ബൈബിൾ ബമ്പർ എന്ന് പറയുമ്പോൾ അതിന് കഴിഞ്ഞ സ്റ്റേജിലെ പ്രത്യേകത തന്നെയാണ്. എന്താ ബൈബിൾ ബമ്പറിൻ്റെ പ്രത്യേകത? ബസർ അമർത്തി 6 ചോദ്യങ്ങളുണ്ടാവും. ഈ പ്രാവശ്യം ബൈബിൾ ബമ്പർ റൗണ്ടിന്, ബസർ റൗണ്ടിന് മാർക്ക് കൂടുതലാണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് 6 മാർക്സ് പെർ ക്വസ്റ്റ്യൻ. റൈറ്റ്. 6 മാർക്കാണ്. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾ 36 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ലാസ്റ്റ് റൗണ്ട് റാപ്പിഡ് റീഡിംഗ് റൗണ്ട്, വേഗവേദവായന. അത് പഴയതുപോലെ തന്നെ. അതിന് ഒരു വേദഭാഗം വായിക്കുന്നതിന് 3 മാർക്കാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ സ്റ്റേജിലെ വിവിധങ്ങളായിട്ടുള്ള റൗണ്ട്സ്. അതോടൊപ്പം തന്നെ മറ്റെല്ലാ കാര്യങ്ങളും പഴയതുപോലെ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ അത് അക്സയിലോ ലിക്സാമോളോ ആരംഭിക്കും. അവർ തമ്മിൽ ഒരു ക്രമീകരണം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ആരാന്ന് വെച്ചാൽ പറയാം. പക്ഷേ അടുത്ത റൗണ്ട് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ആരംഭിക്കുന്നത്. ശരിയായ ഉത്തരത്തിന് 5 മാർക്കായിരിക്കും. തെറ്റായ ഉത്തരത്തിന് -1 മാർക്ക്. പാസ് ചെയ്താൽ മാർക്ക് ലഭിക്കുകയുമില്ല, കുറയ്ക്കുകയുമില്ല. ഓൾറൈറ്റ്. പിന്നെ ബൈബിൾ ബമ്പർ വരുമ്പോൾ നാം -1 ഇപ്രാവശ്യം ക്രമീകരിച്ചിട്ട് 1.5 മാർക്കില്ല, -1 ഉള്ളൂ ബൈബിൾ ബസർ റൗണ്ടിൽ. ക്ലിയർ ആണല്ലോ? ക്ലൂ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. ക്ലൂ ചോദിക്കുമ്പോൾ ആകെ മൂല്യത്തിൽ നിന്ന് 1 മാർക്ക് കുറയും. സോ ആർ യു റെഡി? യെസ്. എഡിനോട് ഞാൻ പ്രത്യേകം പറയണോ? യെസ്. റെഡി. വെരി ഗുഡ്. സോ വി ഗോ ടു ദ ഫസ്റ്റ് റൗണ്ട്, ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട്. ആരാണ് ആരംഭിക്കുന്നത്? ലിക്സയാണോ അക്സയാണോ? യെസ്, അക്സ ആരംഭിക്കുവാൻ തക്കവണ്ണം തയ്യാറായിരിക്കുന്നു.
The first question in this episode, യഹോവയുടെ നിയമപ്പെട്ടകത്തിൻ്റെ മൂടിയിൽ പ്രതിഷ്ഠിച്ചിരുന്ന 2 രൂപങ്ങൾ എന്ത്? ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ മൈനസ് കുറയ്ക്കും. ഇനിയും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാൻ പറയും, ശ്രദ്ധാപൂർവ്വം കേൾക്കണം. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇറ്റ്സ് എ വാർണിംഗ്. ഓൾറൈറ്റ്. യഹോവയുടെ നിയമപ്പെട്ടകത്തിൻ്റെ മൂടിയിൽ പ്രതിഷ്ഠിച്ചിരുന്ന 2 രൂപങ്ങൾ എന്ത്? കെരൂബുകൾ. കെരൂബുകൾ. ഉറപ്പാണോ? ഉറപ്പാണ്. എന്താ പേടിക്കുന്നത്? ഇവിടെ മ്യൂസിയം സന്ദർശിച്ചോ? അവിടെ പോയി നിയമപ്പെട്ടകം കണ്ടിരുന്നോ? കണ്ടു. അവരവിടെ നിയമപ്പെട്ടകം കാണിച്ചു തന്നോ നമ്മുടെ ബൈബിൾ ഗൈഡ്? അപ്പോൾ അതിന്റെ പുറത്ത് പറന്നു നിൽക്കുന്ന 2 കെരൂബുകളെ കണ്ടോ? കണ്ടു. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? കെരൂബുകൾ, 2 കെരൂബുകൾ മുഖത്തോട് മുഖം നോക്കി ചിറകി വിരിച്ചു നിൽക്കുന്ന രൂപം. Right. The answer is very correct and she gets 5 marks for the first question. Right. And the second question goes to Mr. Edwin Abraham. Right. ഈ 2 കെരൂബുകൾ ചിറക് വിരിച്ചു മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ആ അവസ്ഥ എന്താണ് വിശേഷിപ്പിക്കുന്നത്? എന്താണത്? വാട്ട് എക്സാക്ട്ലി ഇറ്റ് ഈസ്? അതിനൊരു പേരുണ്ട്. നിയമപ്പെട്ടകത്തിൻ്റെ മൂടിയിൽ 2 കെരൂബുകൾ ചിറക് വിരിച്ച് മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ആ പ്രത്യേകമായ സ്ഥാനത്തിനൊരു പ്രത്യേക പേരുണ്ട്. പാസ്. പാസ്. യെസ് ലിക്സാമോൾ. പാസ്. പാസ്. യെസ് അക്സ. കൃപാസനം. എക്സാക്ട്ലി, കൃപാസനം. ഗൈഡ് പറഞ്ഞു തന്നായിരുന്നോ? പറഞ്ഞു തന്നു. വെരി ഗുഡ്. സോ യു ഗെറ്റ് ആക്ച്വലി 5 marks. 6 - 1 5. ഓൾറൈറ്റ്. കൃപാസനം. കൃപാസനം എന്നാണ് ഇതിന് പറയുന്നത്. ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഇറ്റ്സ് എ ബസർ ക്വസ്റ്റ്യൻ. ഓക്കെ. ഈ കൃപാസനം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? യഹോവയാം ദൈവം മോശയോട് സംസാരിക്കുന്നത് ആ വെളിച്ചമായിട്ട് അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. മനസ്സിലായോ? അവിടെ ലൈറ്റ് ഉണ്ട്, അതിൻ്റെ നടുവിലേക്ക് പ്രകാശിക്കുന്ന ലൈറ്റ്. അത്രയും ഗൈഡ് പറഞ്ഞു തന്നില്ല അല്ലേ? പറഞ്ഞോ? യെസ് ഓർ നോ? യെസ്. റൈറ്റ്. ദാറ്റ്സ് ഫൈൻ. സോ യു കുഡ് നോട്ട് ഗെറ്റ് ദാറ്റ് ബമ്പർ ക്വസ്റ്റ്യൻ, ദാറ്റ് ബമ്പർ മാർക്സ്. റൈറ്റ്. ഇനി അടുത്തൊരു എക്സാമുള്ള ചാൻസ് ആണ്. യെശയ്യാ പ്രവാചകന്റെ പിതാവിൻ്റെ പേരെന്താണ്? യെശയ്യാ പ്രവചനം തുടങ്ങുമ്പോൾ ആ പിതാവിൻ്റെ പേര് ചേർത്താണ് യെശയ്യാ പ്രവാചകനെ അഭിസംബോധന ചെയ്യുന്നത്. അറിയാമോ? പാസ്. പാസ്. യെസ് അക്സ. ആമോസ്. എക്സാക്ട്ലി, ആമോസ്. ആമോസിന്റെ മകനായ യെശയ്യാ. സോ യു ഗെറ്റ് 5 marks. 4 marks. Yes, right. Yeah, Lixamol was a question. 5 mark, അതിന് -1, 4 marks. That's right. അടുത്ത ചോദ്യം അക്സയ്ക്ക് തന്നെയാണ്. ഓൾ റൈറ്റ്. യെശയ്യാ പ്രവചനത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 66. 66. Another 5 marks for Aksa. Next is for Edwin. Right. അബീനാദാബിൻ്റെ വീട്ടിൽ നിന്ന് യഹോവയുടെ നിയമപ്പെട്ടകം കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് കാളകൾ വിരുണ്ടു. അപ്പോൾ നിയമപ്പെട്ടകത്തെ കയറി അത് കൊണ്ടുവന്ന ഒരു വ്യക്തി തൊട്ടു. അവനെ ദൈവം ഛേദിച്ച് കളഞ്ഞു. അവൻ്റെ പേരെന്താണ്? പാസ്. പേര്? പാസ്. പേര്? ആൻസർ പാസ് ചെയ്യുന്നു. പാസ്. ഓക്കെ, വെരി ഗുഡ്. പാസ്. യെസ് ലിക്സാമോൾ. ഊസ്. എന്തോ? ഊസ്. ഉറച്ചങ്ങ് പറ. ഊസ്. ഊസ ഊസ്. ആണോ? ആ. ഊസ. ഊസ്. Right. The answer is very right. She gets 4 marks. Right. അടുത്ത ചോദ്യവും ലിക്സാമോൾക്കാണ്. റൈറ്റ്. ആ സ്ഥലത്തിന് എന്ത് പേരാണ് പിന്നീട് വിളിക്കപ്പെട്ടത്? പാസ്. പാസ്. യെസ്. പേരസൂസ. എക്സാക്ട്ലി. അക്സ has got the right answer. പേരസ് ഉസ. ഉസ അവിടെ വെച്ച് യഹോവയാൽ ഛേദിക്കപ്പെട്ടു. അതിന് ആ സ്ഥലത്തിന് പേരസ് ഉസ എന്ന പേര് നൽകി. അക്സ ജയസ് ഗെറ്റ്സ് 4 marks. അത് ലിക്സയുടെ ചോദ്യമായിരുന്നു. സോ യു ഗെറ്റ് 4 marks. അടുത്ത ചോദ്യം ആരുടെയാണ്? അക്സയുടെ തന്നെയാണ്. റൈറ്റ്. ക്ഷണവസ്ത്രം ധരിച്ചുകൊണ്ട് പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന തൻ്റെ ഭർത്താവിനെ കണ്ട്
ഹൃദയത്തിൽ നിന്നിച്ച ഒരു രാജകുമാരിയുടെ പേര്? മീകൾ. മീകൾ. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. 5 മാർക്സ്. മീകൾ ഏത് രാജാവിൻ്റെ മകളായിരുന്നു? ഷൗൽ. ശൗൽ രാജാവിൻ്റെ മകളായിരുന്നു. വെരി ഗുഡ്. മാർക്കില്ല ചോദ്യമാണ്. ഇതോടുകൂടി ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട് ഇവിടെ അവസാനിക്കുന്നു. സ്കോർ കാർഡ് പ്ലീസ്. Aksa JS gets 27 marks. Aksa JS gets 27 marks. Edwin no. Edwin No marks. no mark. Lixamol 4 marks. 4 marks. All right. Shall we go to the next round? ഇനി മാർക്ക് ഒരുപാട് പിടിച്ചിരിക്കുന്നു. എഡ്വിന് സംശയമുണ്ടോ? ഇല്ല. Bible Count 2020. മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ മദ്രാസ് UAE ഭദ്രാസനാധിപനായ മലങ്കരയുടെ മണിനാഥമെന്ന് സഭാവ്യത്യാസമില്ലാതെ ക്രൈസ്തവ സമൂഹം ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന അഭിവന്യ ഒസ്താത്യോസ് തിരുമനസ് മ്യൂസിയം ഓഫ് ദ വേർഡിനെ കുറിച്ച്. ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ അനുഗ്രഹീത സ്ഥാപനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതായ മ്യൂസിയവും അതിനോട് അനുബന്ധിതമായിരിക്കുന്ന സംവിധാനങ്ങളും എത്രയോ അനുഗ്രഹകരമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഉദ്ഭവവും അതിൻ്റെ തുടർന്നുള്ള വളർച്ചയും സംബന്ധിച്ചുള്ള ചരിത്രം, ലോകത്തിലെ വിവിധ ഭാഷകളിൽ രചിച്ചിട്ടുള്ളതായ വേദപുസ്തകങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങൾ, സഭകളുടെ വളർച്ചയും ഇന്നോളമുള്ള അതിൻ്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ മ്യൂസിയത്തിൽ വളരെ ചിട്ടയായിട്ട് ക്രമീകരിച്ച് വർണ്ണിക്കുകയാണ്. ഭാവി തലമുറയ്ക്കും ഇന്നത്തെ വർത്തമാന കാലത്തായിരിക്കുന്നവർക്കും യേശുക്രിസ്തുവിനെ കൂടുതൽ മനസ്സിലാക്കുവാനും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാനുമായിട്ട് നിശ്ചയമായിട്ടും ഈ മ്യൂസിയം പ്രയോജനപ്പെടും. അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളിലെ നാണയങ്ങൾ, അതേപോലെ തന്നെ പഴയകാല അച്ചടി യന്ത്രങ്ങൾ ഒക്കെ ഇന്നത്തെ തലമുറയ്ക്ക് വളരെ വിജ്ഞാനം പ്രദാനം ചെയ്യുന്നവയാണ്. ഇതിനുവേണ്ടി വളരെ കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി വളരെ ത്യാഗം സഹിച്ച പ്രിയപ്പെട്ട ബ്രദർ മാത്യു വർഗീസിനെ നന്ദിയോടെ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ വലിയ താല്പര്യവും അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവിനോടുള്ളതായ ഭക്തിയും വിധേയത്വവും സമർപ്പണവുമൊക്കെ ഇതേപോലെയുള്ള കാര്യങ്ങളിലൂടെ കൂടുതൽ പ്രകടമാകുകയാണ്. ഈ സ്ഥാപനത്തിൽ വരുന്നവർക്ക് ഇത് എന്നും അനുഗ്രഹകരമായി തീരും, പ്രയോജനപ്പെടുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനത്തിലൂടെ അനേക നന്മകളുണ്ടാകട്ടെ. ഇത് സഭകൾ എന്നുള്ളതിനേക്കാൾ ഉപരി ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇത് അനുഗ്രഹത്തിനായി ഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും വിനയപൂർവ്വം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മ്യൂസിയം ഓഫ് ദ വേൾഡ്, PB നമ്പർ 4, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9495998555. Bible Count 2020. അടുത്ത റൗണ്ട് ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ട്. ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം ലിക്സാമോളോടാണ്. റെഡി? യേശു എല്ലാവരാലും നിന്ദിക്കപ്പെട്ട് മാനവജാതിയുടെ പാപപരിഹാരത്തിനായി ജീവൻ അർപ്പിച്ചു എന്നുള്ള യെശയ്യാ പ്രവാചകന്റെ പ്രവചനം പൂർത്തീകരിച്ചത് രേഖപ്പെടുത്തിയിരിക്കുന്ന പുതിയ നിയമ പുസ്തകം ഏത്? പുതിയ നിയമത്തിൽ ഒരു പുസ്തകത്തിൽ യെശയ്യാ പ്രവാചകന്റെ
പ്രവചനമായ യേശു എല്ലാവരും നിന്ദിക്കപ്പെട്ട് ത്യജിക്കപ്പെട്ട് മാനവജാതിയുടെ പാപപരിഹാരത്തിനായി ജീവൻ അർപ്പിച്ചു എന്ന് രേഖപ്പെടുത്തി. അത് പുതിയ നിയമത്തിൽ കോട്ട് ചെയ്യുന്നത്, എടുത്തു പറയുന്നത് ഏത് പുസ്തകത്തിലാണ്? പാസ്. പാസ്. അക്സ? പാസ്. പാസ്. യെസ് എഡ്വിൻ. അപ്പസ്തല പ്രവർത്തനങ്ങൾ. -1 ഫോർ എഡ്വിൻ. 1 പത്രോസ് 2:21 അതുണ്ട്. ഓൾ റൈറ്റ്. ചോദ്യം ലിക്സാമോളോടായിരുന്നു. അടുത്ത ചോദ്യം അക്സയോടാണ്. യേശു കഴുതപ്പുറത്ത് വരുമെന്ന് പ്രവചിച്ച പ്രവാചകൻ ആരാണ്? സെക്കരിയാവാണ്. വെരി റൈറ്റ്. 5 മാർക്കാണ് അക്സയ്ക്ക് ലഭിക്കുന്നത്. അടുത്ത ചോദ്യം എഡ്വിനോടാണ്. റെഡി? പൗലോസിനോടൊപ്പം യേശു ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിച്ച കൂടാരപ്പണിക്കാരായ ദമ്പതികളുടെ പേരെന്താണ്? പാസ്. പാസ്. ലിക്സ? അക്കീലാസും അക്വിലയും സഫീർ. അക്വിലയും സഫീറയും. പറയൂ. അക്വിലാവും പ്രിസ്കയും. അക്വിലയും പ്രിസ്ക. പ്രിസില്ല എന്ന് കേട്ടിട്ടില്ലേ? പ്രിസ്ക എന്താ 2 അക്ഷരം വിഴി കളഞ്ഞു? വിനോദമുണ്ടോ പ്രിസില്ലായിട്ട്? ഇതിൽ ആരാ പുരുഷൻ, ആരാ സ്ത്രീ? അക്വില സ്ത്രീയാണ്. പുരുഷനാണ്. വെരി ഗുഡ്. ദ റൈറ്റ് ആൻസർ. അക്വില എന്ന് വരെ ലിക്സ ഓർത്തുള്ളൂ. ബാക്കി എന്താ ഓർക്കാൻ? നേരെ പോയത് സഫീറയിലേക്കാണ് അല്ലേ? സഫീറയുടെ ഭർത്താവ് ആരായിരുന്നു? അത് തന്നെ ചോദിച്ചോളെ. യെസ്, അറിയാമോ? ഇല്ല. ആരാ അക്സ? അനന്യാസ്. Alright. So Lixamol gets -1 mark and Aksa gets 4 marks. ചോദ്യം ആരോടായിരുന്നു ചോദിച്ചു? എഡ്വിനോട് ചോദിച്ചു. എഡ്വിൻ അറിയാമോ? ലിക്സായ്ക്ക് പാസ് ചെയ്തു. ലിക്സായ്ക്ക് -1 മാർക്ക് കൊടുക്കുന്നതിന് ഭാഗികമായ ഉത്തരം ശരിയായിരുന്നു അല്ലേ? സോ ഷി ക്യാൻ ഗെറ്റ് 2 മാർക്സ്. അതിൽ നിന്ന് ഉത്തരത്തിന് ഒരു ക്ലൂ അക്സായ്ക്ക് ലഭിച്ചു അല്ലേ? ലഭിച്ചോ? അക്വില. ബാക്കി പ്രിസില്ല അറിയാമായിരുന്നു. അപ്പോൾ അത് തന്നെയാണ്. ഓക്കെ. സോ അടുത്ത ചോദ്യവും ലിക്സാമോളോടാണ്. ഓക്കെ. അക്വിലയും പ്രിസില്ലയും ഒരു ചെറുപ്പക്കാരനെ ദൈവവേലയിൽ പ്രോത്സാഹിപ്പിച്ചു. അവനെ കണ്ടുപിടിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി അവനെ പ്രോത്സാഹിപ്പിച്ചു. അവൻ്റെ പേരെന്താണ്? പാസ്. യെസ് അക്സ? എന്തോ കേൾക്കാമേ എനിക്ക്? Barnabas gets -1 mark. Yes, Mr. Edwin. അപ്പോലോസ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? All right. അപ്പോൾ അടുത്ത ചോദ്യം അക്സ. ദീദിമോസ് എന്ന വിളിക്കപ്പെടുന്ന വ്യക്തി ആരായിരുന്നു? തോമസ് ആരായിരുന്നു? യേശുവിന്റെ ശിഷ്യൻ. യേശുവിന്റെ ശിഷ്യനാണ്. റൈറ്റ്. 5 മാർക്സ് ഫോർ അക്സ. റൈറ്റ്. എഡ്വിൻ, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഈ തോമസ് കണ്ടത് എപ്പോഴാണ്? എത്ര സമയം കഴിഞ്ഞാണ്? 7 ദിവസങ്ങൾക്ക് ശേഷം. 7 ദിവസങ്ങൾക്ക് ശേഷം. 5 മാർക്സ് ഫോർ എഡ്വിൻ എബ്രഹാം ജെയിംസ്. റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ പുതിയ നിയമ റൗണ്ട് അവസാനിക്കുന്നു. പ്ലീസ് ഗീവ് മീ ദ സ്കോർ കാർഡ്. Aksa at 13. Aksa gets 13 marks. Edwin at 4. Edwin gets 4 marks. And Lixamol at 2. Lixamol gets 2 marks. All right? Bible Count 2020. ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വാർദ്ധക്യത്തിലും അവൻ അതിൽ നിന്നും വിട്ടുമാറുകയില്ല. സദൃശവാക്യങ്ങൾ 22:6. ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളിൽ ദൈവാശ്രയവും ദൈവഭക്തിയും വളർത്തിയെടുക്കാൻ ഒരു ബൈബിൾ ചിത്രകഥാ സമാഹാരം. യേശുക്രിസ്തു 12 വാല്യങ്ങൾ. മുതിർന്നവർക്ക് തങ്ങളുടെ കുഞ്ഞോമനകൾക്കായി വായിച്ചു കൊടുക്കാനും ദൈവമാർഗം കാട്ടിക്കൊടുക്കാനും സഹായമാകുന്ന അവതരണം.
ചിത്രകഥാ സന്ദർഭങ്ങൾ അവലംബമാക്കിയിരിക്കുന്ന വേദഭാഗങ്ങളും ഓരോ പേജിലും ചേർത്തിരിക്കുന്നതിലൂടെ വിശുദ്ധ സത്യവേദപുസ്തക വായന കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ആസ്വാദികരമാകാൻ സഹായിക്കുന്ന ഒരു ബൈബിൾ ചിത്രകഥാ സമാഹാരം. യേശുക്രിസ്തു 12 വാല്യങ്ങൾ. യേശുക്രിസ്തു ബൈബിൾ ചിത്രകഥാ സമാഹാരം ഇംഗ്ലീഷിലും ലഭ്യമാണ്. ക്രൈസ്റ്റ്. യേശുക്രിസ്തു ബൈബിൾ ചിത്രകഥാ സമാഹാരം തിരുവനന്തപുരം, തിരുവല്ല, കോഴഞ്ചേരി ബൈബിൾ ടവറുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിക്കേഷൻസ് വേർഡ് ടു വേർഡ് സെന്റർ, കൊഞ്ചിറ PO, വെമ്പായം, തിരുവനന്തപുരം. ഫോൺ 9495998555. ബൈബിൾ ക്രൗൺ 2020. അടുത്ത റൗണ്ട് പ്രേസ് റൗണ്ട്. ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തക്കതിനൊന്നും ലഭിക്കുന്ന ഒരു വലിയ അവസരം കൂടിയാണ്. മാർക്സിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള അവസരമാണ്. ആദ്യമായിട്ട് പ്രേസ് റൗണ്ടിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ആരാണ്? യെസ്, അക്സ വിൽ ഹാവ് ദ ഫസ്റ്റ് ചാൻസ്. പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. 4 മിനിറ്റ് വരെ പാടാം. 4 മിനിറ്റ് ഉപരിയായി പോയാൽ ബെല്ലടിക്കും. അപ്പോൾ മൈനസ് മാർക്ക് ലഭിക്കും. മൈനസ് പറഞ്ഞാൽ മാർക്കുണ്ട്, മൊത്തം മാർക്കിൽ എന്തെങ്കിലും ഒരു മൈനസ് കിട്ടും. പക്ഷേ അതിൻ്റെ ആവശ്യം വരികയില്ല. Go ahead. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളു. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളു. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാം ജീവിത പാരിലെന്തുള്ളു. മകൾ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളു. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളു. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളു. മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ. അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ. ക്രിസ്ത്യ ജീവിതം പോ ഭാഗ്യം പാരിലെന്തുള്ളു. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളു. കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന, കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന, നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ. നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളു. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളു. ആരാണ് ഈ പാട്ട് അറിയാമോ? വേട്ടമല ഫിലിപ്പോസ്. വേട്ടമലം ഫിലിപ്പോസ് ഉപദേശി. വെരി ഗുഡ്. യെസ്, അടുത്ത ചാൻസ് എഡ്വിൻ ആണ്. എഡ്വിൻ, യു ക്യാൻ സ്റ്റാർട്ട്. ഇടറി വീഴുവാൻ ഇടതരല്ലേ നീ യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. ഇടറി വീഴുവാൻ ഇടതരല്ലേ നീ യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. മുൾക്കിരീടം ചാർത്തിയ ജീവനായക, ഉൾത്തടത്തിൻ തേങ്ങൽ നീ കേട്ടിടില്ലയോ. മുൾക്കിരീടം ചാർത്തിയ ജീവനായക,
ഉൾത്തടത്തിൻ തേങ്ങൽ നീ കേട്ടിടില്ലയോ. ഇടറി വീഴുവാൻ ഇടതരല്ലേ നീ യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. വിശ്വമോഹങ്ങൾ ഉപേക്ഷിക്കുന്നു ഞാൻ, ചെയ്ത പാപപ്രായശ്ചിത്തമായി. ഉലകിൽ വീണു ഞാൻ ഉടഞ്ഞു പോകല്ലേ, ഉടഞ്ഞൊരു പളുങ്കു പാത്രം ഞാൻ. അന്ധകാരവീതിയിൽ തള്ളിടല്ലേ രക്ഷക, അന്തരംഗം നൊന്തു കേണിതാ. ഇടറി വീഴുവാൻ ഇടതരല്ലേ നീ യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. ഗുഡ്. ആരാണ് ഈ പാട്ട് എഴുതിയതെന്ന് അറിയാമോ? ബേബി ഹിമ. ബേബി ഹിമ. റൈറ്റ്, വെരി ഗുഡ്. അടുത്തതായിട്ട് ലിക്സ മോളാണ്. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. അപ്പനും അമ്മയും വീടും ദാനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ദാനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. പിതാവില്ലാത്തോർക്കു നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞദ്രവാനും. പിതാവില്ലാത്തോർക്കു നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞദ്രവാനും. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കുമെല്ലാം കർത്താവത്രേ. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കും എല്ലാമൻ കർത്താവത്രേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. യെസ് ലിക്സ മോൾ. ആരാണ് ഈ പാട്ട് എഴുതിയതെന്ന് അറിയാമോ? സാധു കൊച്ചുകുഞ്ഞുപദേശി. സാധു കൊച്ചുകുഞ്ഞുപദേശി. വെരി ഗുഡ്. അങ്ങനെ നമ്മുടെ പ്രേസ് റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. മാർക്സ് ഉണ്ട്. അക്സ മോൾ ഗെറ്റ്സ് 5.5 മാർക്സ്, 5.5 മാർക്കാണ്. എഡ്വിൻ 4 മാർക്കാണ്. ലിക്സ മോൾ ഗെറ്റ്സ് 5 മാർക്സ്. ഓൾറൈറ്റ്. അങ്ങനെ പ്രേസ് റൗണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു. ബൈബിൾ ക്രൗൺ 2020. ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വാർദ്ധക്യത്തിലും അവൻ അതിൽ നിന്നും വിട്ടുമാറുകയില്ല. സദൃശ്യവാക്യങ്ങൾ 22:6. പാടും ഞാൻ എന്നും ഈ പാരിടത്തിൽ എന്നേശുവിൻ സ്തുതിഗീതം. പാടും ഞാൻ എന്നും ഈ പാരിടത്തിൽ എന്നേശുവിൻ സ്തുതിഗീതം. വർണ്ണിക്കുമെന്നേശുവിൻ സ്നേഹത്തെ
ജീവിതയാത്രയിൽ വർണ്ണിക്കുമെന്നേശുവിൻ സ്നേഹത്തെ. ഈ ജീവിതയാത്രയിൽ പാടും ഞാൻ പാടി പാടി പുകഴ്ത്തിയിടുമേ. പാടും ഞാൻ പാടി പാടി പുകഴ്ത്തിയിടുമേ. പാരിതിൽ പാർത്തിടും നാളൊക്കെയും വാഴ്ത്തിടുമെന്നേശുവിൻ നാമം. പാരിതിൽ പാർത്തിടും നാളൊക്കെയും വാഴ്ത്തിടുമെന്നേശുവിൻ നാമം. ജീവിത വഴിയിൽ കർത്താവാം ദൈവത്തിൻ്റെ തണലും കരുതലും കാരുണ്യവും അറിഞ്ഞ ഓരോ വിശ്വാസിക്കും ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് സമ്മാനിക്കുന്നു എൻ്റെ ദൈവം യഹോവ, എൻ്റെ ശക്തി യഹോവ. ദൈവസാമീപ്യ നിറവിൽ രചയിതമായ ആരാധനാ ഗീതികളുടെ അതിമനോഹര സമാഹാരം. യേശുവാണെന്റെ ദൈവം, ഓരോ നിമിഷവും ഓരോ ദിവസവും കാത്തിടുന്നെന്റെ ദൈവം, കാത്തിടുന്നെന്റെ ദൈവം. അനുദിനമെന്നെ സൂക്ഷിക്കുന്ന ആപത്തനർത്ഥങ്ങൾ, രോഗങ്ങൾ, വേദന എല്ലാം മാറ്റിടുന്നെന്റെ യേശു, എല്ലാം മാറ്റിടുന്നെന്റെ യേശു. യേശുവാണെന്റെ ദൈവം. തലമുറകളുടെ ബാല്യകാല സ്മരണകളിൽ ഭക്തിയുടെ നിറനിലാവായി ഇന്നും തെളിഞ്ഞു നിൽക്കുന്ന അത്യപൂർവ ഗാനങ്ങൾ കോർത്തിണക്കി ഗൃഹാതുരതയുടെയും പോയ കാലത്തിൻ്റെയും ഓർമ്മകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് സമ്മാനിക്കുന്നു എൻ്റെ ദൈവം യഹോവ, എൻ്റെ ശക്തി യഹോവ. പ്രാർത്ഥനാ ഗീതികളുടെ അമൂല്യ സമാഹാരം. യേശുവെന്നാശ്രയം ആലംബമേ, യേശുവെന്നാശ്വാസം പ്രത്യാശയേ. യേശുവെന്നാശ്രയം ആലംബമേ, യേശുവെന്നാശ്വാസം പ്രത്യാശയേ. യേശുവെൻ സംഗീതം, യേശുവെൻ അഭയം, യേശുവെൻ ജീവൻ ബലം. യേശുവെൻ സംഗീതം, യേശുവെൻ അഭയം, യേശുവെൻ ജീവൻ ബലം. മാതാപിതാക്കൾക്ക് കുഞ്ഞു മനസ്സുകളെ ഭക്തിയുടെയും ദൈവഭയത്തിൻ്റെയും ലോകത്തേക്ക് കൈപിടിച്ച് നടത്തുവാനും പ്രാർത്ഥന ഒരു ആനന്ദമാകാനും സഹായകമാകുന്ന അപൂർവങ്ങളായ കുട്ടിപ്പാട്ടുകൾ കൂടി കോർത്തിണക്കിയ പ്രാർത്ഥനാ ഗീതികളുടെ അമൂല്യ സമാഹാരം. എൻ്റെ ദൈവം യഹോവ, എൻ്റെ ശക്തി യഹോവ. ദൈവത്തിൻ പുത്രൻ യേശു അപ്പച്ചൻ ബേത്ലഹേമിൽ ജാതനായി. കിടക്കുവാനിടമില്ല, ധരിക്കുവാൻ ഉടുപ്പില്ല, അമ്മ മറിയം കരിക്കൂട്ടി കിടത്തി. എൻ്റെ ദൈവം യഹോവ, എൻ്റെ ശക്തി യഹോവ. കൊച്ചു കൊച്ചു ജീവവണ്ടി, ദൈവം നിർമ്മിച്ച ജീവവണ്ടി. യേശു ഡ്രൈവർ ഇല്ലെങ്കിൽ വണ്ടിയുടനെ മറിഞ്ഞുപോ. കൊച്ചു കൊച്ചു ജീവവണ്ടി, ദൂതർ കാക്കും ജീവവണ്ടി. യേശു നയിക്കും ജീവവണ്ടി, ദൈവത്തിന്റെ ജീവവണ്ടി. എൻ്റെ ദൈവം യഹോവ, എൻ്റെ ശക്തി യഹോവ. എൻ്റെ ദൈവം യഹോവ, എൻ്റെ ശക്തി യഹോവ. മ്യൂസിക് സീഡികൾ സ്വന്തമാക്കാൻ ബന്ധപ്പെടുക ക്രിസ്ത്യൻ കമ്മ്യൂണിക്കേഷൻസ്, വേ ടു എക്സ് സെന്റർ, പെരിങ്ങോട്, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9287-287-222, 9495-828-444. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287-287-223. ബൈബിൾ ടവർ, കോഴഞ്ചേരി, പത്തനംതിട്ട. ഫോൺ 9287-287-224. ബൈബിൾ ക്രൗൺ 2020. അടുത്ത റൗണ്ട് ചൂസ് ആൻഡ് ആൻസർ റൗണ്ടാണ്. ഓരോ ചോദ്യങ്ങൾക്കും 5 മാർക്ക് വീതമാണ്.
Right? The first question goes to whom? Aksa. തൻ്റെ 1,85,000 പടയാളികളെ യഹോവയുടെ ദൂതൻ സംഹരിച്ച രാജാവിൻ്റെ പേര് എന്ത്? പാസ്. എഡ്വിൻ. Sennacherib. Sanherib. Right? 4 marks for Edwin Abraham, and you're going to answer the second question. അവൻ ആരാധിച്ചിരുന്ന അവൻ്റെ ദേവന്റെ പേരെന്ത്? Pass. Yes, Liksa. Pass. Aksa. Nisro. ഒരു ബമ്പർ, ബസർ. അവൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? അവൻ്റെ മക്കൾ അവനെ എന്ത് ചെയ്തു? വെട്ടി കൊന്നു. വായിച്ചിട്ടില്ലേ? റൈറ്റ്. മൂന്നാമത്തെ ചോദ്യം ലിക്സാമോളോടാണ്. ഓക്കെ, ലിക്സാമോൾക്ക് ഓർമ്മയില്ലേ ഏത് ചോദ്യം ആരോടാ ചോദിക്കേണ്ടത്? യെസ്. ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി 2 പിളർന്നു പോകുമെന്ന് അരുളി ചെയ്ത പ്രവാചകനാരാണ്? പാസ്. അക്സ. Pass. എഡ്വിൻ. പാസ്. സക്കറിയ പ്രവാചകൻ. സോ ദാറ്റ് ഇസ് നോ മാർക്സ് ഫോർ എനിബഡി. റൈറ്റ്. കർത്താവ് എവിടെ നിന്നാണ് സ്വർഗാരോഹണം ചെയ്തത്? അടുത്ത ചോദ്യം അക്സയോടാണ്. ഒലിവുമലയിൽ നിന്നാണ്. 5 മാർക്സ് ഫോർ അക്സ. അടുത്ത ചോദ്യം എഡ്വിനോടാണ്. ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഭർത്താവിനോടും ഭാര്യയോടും വെവ്വേറെ അവർക്ക് ജനിക്കുവാൻ പോകുന്ന മകൻ്റെ പേര് നിർദ്ദേശിച്ചു. പേരെന്താണ്? യോഹന്നാൻ. -1 മാർക്ക് ഫോർ എഡ്വിൻ. ലിക്സ. പാസ്. അക്സ. ലിക്സ. അക്സ. ഷമുവേൽ. -1 more for അക്സ. നിങ്ങൾ ചോദ്യം കേട്ടോ. ഭാര്യയോടും ഭർത്താവിനോടും വെവ്വേറെ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് തങ്ങൾക്ക് ജനിക്കുവാൻ പോകുന്ന മകനെ കുറിച്ച് മകൻ്റെ പേരിടുവാനായിട്ട് തീരുമാനിച്ചു. നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? യേശു. ശമൂവേൽ. ഞാനെന്തോ ആദ്യമേ പറഞ്ഞ മിസ്റ്റർ എഡ്വിൻ എന്താണ് ആദ്യമേ പറഞ്ഞത്? യോഹന്നാൻ. യോഹന്നാൻ. സോ ആർക്കൊക്കെയാണ് മൈനസ് മാർക്ക് ഇപ്പോൾ നമുക്ക് നൽകേണ്ടത്? ലിക്സ വളരെ വിദഗ്ധമായിട്ട് രക്ഷപ്പെട്ടു അല്ലേ? എഡ്വിൻ -1, അക്സ -1. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വെവ്വേറെയാണ് 2 പേർക്കും പേര് പറഞ്ഞു കൊടുത്തു. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ആദ്യമേ യോസഫിന് പ്രത്യക്ഷപ്പെട്ടു. അതേ ദൂതൻ ആരോടെന്ന് പറഞ്ഞു? മറിയോട് പറഞ്ഞു നിങ്ങൾക്ക് ജനിക്കുവാൻ പോകുന്ന മകൻ എന്ത് പേരിടണം? യേശു. ഓക്കെ, സിമ്പിൾ ചോദ്യം ചോദിക്കാം. ബസർ. ഏത് സുവിശേഷങ്ങളിലാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്? യെസ് അക്സ. ലൂക്കോസ്. മത്തായി. ലിക്സ. ഒന്നുമില്ല. മത്തായി. ഓക്കെ, അപ്പോൾ ലൂക്കോസ് ശരിയാണ്, മത്തായിയും ശരിയാണ്. ലിക്സാമോളുടെ അവസരം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവർ പറയുമ്പോൾ 2 സുവിശേഷങ്ങളാണ് പറയേണ്ടത്. പപ്പാതിയെ പറഞ്ഞോളൂ ആണോ? അപ്പോൾ ലൂക്കോസ് എന്ന് പറഞ്ഞപ്പോൾ എഡ്വിന് മനസ്സിലായി അടുത്തത് എന്താണെന്ന്? മത്തായി ആണെന്ന് മനസ്സിലായി. സോ both of them get 2 marks each. So that brings us to the close of the choose an answer round. ഇവിടെ അത് അവസാനിക്കുകയാണ്. Please give me the scorecard. Aksa gets 6 marks. Aksa gets 6 marks. Edwin 5. Edwin gets 5 marks. And Lixamol no marks. And Lixamol no marks. Bible Crown 2020. ഇച്ചായ, ആ കന്നുകാലികൾക്ക് ഇത്തിരി വെള്ളം വെച്ചു കൊടുക്ക്. ഇങ്ങനെ അനങ്ങാപ്പാറ പോലെ ഇരുന്നാൽ എങ്ങനാ? ഓ, ഏതാണ്ട് പൈങ്കിളി പുസ്തകമായിരിക്കും. അതാ ഇങ്ങനെ വായിച്ചു സുഖിച്ചോണ്ടിരിക്കുന്നേ. എടി, ഇത് പൈങ്കിളി പുസ്തകമല്ല. ഇന്നലെ കൺവെൻഷനിൽ നിന്ന് മേടിച്ച വിശുദ്ധ സത്യവേദ പുസ്തകമാണ്. വേദപുസ്തകം വായിച്ചാ എന്നത്തിന് ചിരിക്കുന്നേ? അത് പറഞ്ഞാ നീ പിണങ്ങും. പിണങ്ങേല. ഇച്ചാൻ എന്നത്തിന് ചിരിച്ചേ? എടി, നിന്നോട് സ്നേഹം കൂടുമ്പോ ഞാൻ നിന്നെ കഴുതേന്ന് വിളിക്കത്തില്ലയോ? അങ്ങനെ എന്തെല്ലാം വിവരക്കേടുകൾ ഞാൻ കേൾക്കുന്നു. ആ,
കഴുതയുടെ മഹത്വമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ദേ നീ ഒന്ന് നോക്കിയേ. അപ്പോ മൃഗങ്ങളുടെ കാര്യം മാത്രമാണോ ഇതിലുള്ളത്? ആ 26 സവിശേഷത. 26 സവിശേഷത എന്ന് അവർ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച ഏതാണ്ട് ബെഡായി ആയിരിക്കുന്നു. ആ ഒരു തോടിന്റെ പടം എടുത്ത് യോർദാൻ നദിയാന്ന് അച്ചടിക്കുന്ന കാലമല്ലേ ഇത്? അവരിച്ചതിനെ കളിപ്പിച്ചോ? ഇല്ലടി ഇല്ല. 26 പകരം ഞാൻ 28 എണ്ണി കഴിഞ്ഞു. തന്നെയല്ല, ഒരു സവിശേഷത ഇല്ലാത്ത 1200 പേജുള്ള ബൈബിളിന് വില 200 രൂപ. 30 സവിശേഷതകളുള്ള 1456 പേജുള്ള വിശുദ്ധ സത്യവേദ പുസ്തകത്തിന്റെ വില 195 രൂപ. ആ 30 സവിശേഷതകളും 250 പേജുകളും കൂടുതലായിട്ടും വിലയിൽ 5 രൂപ കുറവ്. ആ ഇച്ചായ, നമുക്കിത് 2 എണ്ണം വാങ്ങിക്കണം. ആ അതെ, 25 സവിശേഷതകളും അപൂർവ ചിത്രങ്ങളുടെ 16 കളർ പേജുകൾ ഉൾപ്പെടെ 250 പേജുകൾ കൂടുതലുള്ള വിശുദ്ധ സത്യവേദ പുസ്തകം. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287287223. ബൈബിൾ ടവർ, കോഴഞ്ചേരി. ഫോൺ 9287287224. ബൈബിൾ ടവർ, കേശവദാസപുരം, തിരുവനന്തപുരം. ഫോൺ 9287287222 എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. ബൈബിൾ കൗണ്ട് 2020. Now we come to the final round. അവസാന റൗണ്ടിലേക്ക് നാം വരികയാണ്. ബൈബിൾ ബമ്പർ റൗണ്ട്. ഈ റൗണ്ടിലാണ് പൊതുവായ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നത്. അതിന് എത്രയും വേഗം ബസർ അമർത്തുമ്പോഴാണ് ആ മറുപടിക്കായിട്ട് അവസരം ലഭിക്കുന്നത്. റെഡി ഫോർ ദ ബൈബിൾ ബമ്പർ റൗണ്ട്. യോസെഫ് കാരാഗ്രഹത്തിൽ വെച്ച് സ്വപ്നം വ്യാഖ്യാനിച്ച 2 പേരാരാണ്? യെസ് അക്സ. പാനപാത്രവാഹകൻ, പാനപാത്രവാഹകൻ, അപ്പക്കാരുടെ പ്രമാണി. ഉത്തരം വളരെ ശരിയാണ്. 6 മാർക്സ് ഫോർ അക്സ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 ദിവസം കഴിഞ്ഞ് ഫറവോൻ അവരിൽ ഒരാളെ കൊന്ന് മരത്തിൽ കെട്ടിത്തൂക്കി. ചോദ്യം ഞാൻ ചോദിച്ചില്ലല്ലോ. ദാറ്റ്സ് ഓക്കെ. ആരാണത്? അപ്പക്കാരുടെ പ്രമാണി. സോ അഗൈൻ ഷീ ഗെറ്റ് 6 മാർക്സ്. നമ്മുടെ അടുത്ത ചോദ്യം. അബ്രഹാമിന് എത്ര വയസ്സുള്ളപ്പോഴാണ് ഇസ്മായേൽ ജനിച്ചത്? 75. 1 ബിഗ് മൈനസ് മാർക്ക് ഫോർ അക്സ. 86-ാമത്തെ വയസ്സിലാണ്. ഞാൻ ഇതിനോടനുബന്ധിച്ച് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ആൻസ് ഓൺ യുവർ ബസർ. അബ്രഹാം എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ച എത്രാമത്തെ വയസ്സിലാണ്? യെസ് ലിക്സ. 90-ാമത്തെ വയസ്സ്. 90-ാമത്തെ. കുറച്ച് മണി കേൾക്കാൻ പേര്. 90. അപ്പോൾ -1 മാർക്ക് ഫോർ ലിക്സ മോൾ. എനി അതർ ആൻസർ അക്സ? 75. -1 more മാർക്ക്. അക്സയ്ക്ക് മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന 75 എന്നാണ്. എഡ്വിൻ എബ്രഹാം ജെയിംസ്, ഡു യു ഹാവ് ആൻ ആൻസർ? നോ. ആട്ടെ, ഈ അബ്രഹാമിന് 2 പേരാണെന്നുള്ളവർ അറിയാമോ? അതറിയാം. എന്താണ് ആദ്യത്തെ പേര്? അബ്രാം. രണ്ടാമത്തെ പേര്? അബ്രഹാം. 99-ാമത്തെ വയസ്സിലാണ് ആ പേര് കിട്ടിയത്. ആൻഡ് ലിക്സ ആൻഡ് അക്സ ബോക്സ ഗെറ്റ്സ് -1 ഈച്ച്. എഡ്വിൻ വളരെ വിദഗ്ധമായിട്ട് പിന്മാറി. റൈറ്റ്. ഇനിയും 2 ചോദ്യം കൂടി ഇതിന് ബാക്കിയുണ്ട്. There are 2 more questions. Ready? നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ പാപം അവനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞ ശേഷം, ഞാൻ ചോദിച്ചില്ലല്ലോ, അവൻ പാടിയ സങ്കീർത്തനം ഏതാണ്? 53-ാം സങ്കീർത്തനം. -1 മാർക്ക് ഫോർ അക്സ ജയസ്. യെസ്. എനിബഡി എൽസ്? എഡ്വിൻ എബ്രഹാം? പാസ്. ലിക്സ? പാസ്. 2 കൂട്ടി പറഞ്ഞതിനാ. 51 അല്ലേ? ദാവീദിനോട് വല്ല പ്രത്യേക വിരോധമുണ്ടോ? 51-ാം സങ്കീർത്തനമാണ്. ഓൾ റൈറ്റ്. അടുത്ത ചോദ്യം. ദാവീദ്
ജനിച്ച എന്ന് പറയുമ്പോൾ ബത്ശബയിൽ ദാവീദിന് ജനിച്ച കുഞ്ഞിന് അതിമാരകമായ രോഗം പിടിപെട്ടു, കഠിനമായ രോഗം. എത്ര ദിവസം കഴിഞ്ഞാണ് കുഞ്ഞ് മരിച്ചത്? യെസ്, 7 ദിവസം. 7 ദിവസം ശരിയായ മറുപടിയാണ്. സോ 6 മാർക്സ് ഫോർ അക്സ. അടുത്ത ഒരു ചോദ്യം കൂടി. ഈ 7 ദിവസം ദാവീദ് എന്ത് ചെയ്യുകയായിരുന്നു? അക്സ ഉപവസിച്ച് കരയെ. കുറച്ച് പറയൂ. ഉപവസിച്ച്. പേടിക്കുന്നതിനാ? എന്തായാലും ചെറിയ എന്ന് പറഞ്ഞാൽ തന്നെ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. സോ ഷീ ഗെറ്റ്സ് another 6 marks. So that brings us to the close of Bible Bumper Round. ബൈബിൾ ബമ്പർ റൗണ്ടിന്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ബൈബിൾ ക്രൗൺ 2020. ആപത്തനർത്ഥങ്ങളിൻ നടുവിൽ ഏവരും തള്ളിയ നാളുകളിൽ തേടി വന്നെന്നെ കോരിയെടുത്ത ദൈവത്തിൻ സ്നേഹം അവർണ്യമേ. നന്ദിയോടെൻ ദൈവമേ അടിയൻ തിരുമുൻപിൽ കുമ്പിടുന്നേ. നന്ദിയോടെൻ ദൈവമേ അടിയൻ തിരുമുൻപിൽ കുമ്പിടുന്നേ. എന്നായുസിൽ ചെയ്യും നന്മകൾ വർണ്ണിപ്പാനെഴുതൽ സാധുവിന്. അതിവേദനയുടെ തീച്ചുളി തന്നെ മാറോടണച്ച് സൗഖ്യമാക്കിയ യേശുവിന്റെ സ്നേഹാർദ്രമായ സ്പർശനം വർണ്ണിക്കുന്ന ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിന്റെ ഹൃദയസ്പർശിയായ അനുഭവഗീതങ്ങൾ. രോഗങ്ങൾ സൗഖ്യമാക്കും യഹോവയ്ക്കു ജയമേ. സാത്താനെ തോൽപ്പിച്ച എൻ ദൈവത്തിനു ജയമേ. എൻ വേദന യേശു സൗഖ്യദായകൻ. ജയം ജയമേ. സാത്താനെ തകർത്ത എൻ ദൈവത്തിനു ജയമേ. തന്നെ തകർക്കുവാനായി പ്രതിയോഗിയെ തകർത്ത യഹോവയാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവ സാക്ഷ്യങ്ങളോട് സ്തുതിക്കുന്നു. എൻ വേദന യേശു സൗഖ്യദായകൻ. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിന്റെ കയ്യൊപ്പോടുകൂടിയ സിഗ്നേച്ചർ എഡിഷൻ സിഡികൾ. ദൈവത്തിൻ ജനമേ ധൈര്യമായി മുന്നേറിടാം. യഹോവയിൻ നാമം ഭൂതലത്തിൽ ഉയർത്തിടാം. യഹോവയിൻ നാമം ഭൂതലത്തിൽ ഉയർത്തിടാം. പാടിടാം പാടിടാം ജയഗീതം പാടിടാം. പാടിടാം പാടിടാം ജയഗീതം പാടിടാം. ആരാധനാം യഹോവയ്ക്ക് അത്യുന്നതനാം ദൈവത്തിന്. ആരാധനാം യഹോവയ്ക്ക് അത്യുന്നതനാം ദൈവത്തിന്. പാടിടാം പാടിടാം ജയഗീതം പാടിടാം. എൻ വേദനയിൽ യേശു സൗഖ്യദായകൻ. സീഡികൾ തിരുവനന്തപുരം, തിരുവല്ല, കോഴഞ്ചേരി ബൈബിൾ ടവറുകളിൽ ലഭ്യമാണ്. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287287223. ബൈബിൾ ടവർ കോഴഞ്ചേരി. ഫോൺ 9287287224. ബൈബിൾ ടവർ കേശവദാസപുരം, തിരുവനന്തപുരം. ഫോൺ 9287287222. സീഡികൾ തപാൽ മാർഗം ലഭിക്കേണ്ടതിന് ബന്ധപ്പെടുക. വേർഡ് ടു വേർഡ് സെന്റർ, PB നമ്പർ 4, വെമ്പായം PO, തിരുവനന്തപുരം. ഫോൺ 9495998555 0472283499. ബൈബിൾ ക്രൗൺ 2020. അടുത്തതായിട്ട് റാപ്പിഡ് റീഡിംഗ് റൗണ്ട്. ബൈബിൾസ് ഇൻ യുവർ ഹാൻഡ്സ്. നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ നിയമം. ഞാൻ അമർത്തുന്നത് വരെയും നിങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കണം. റൈറ്റ്. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 19-ാം വാക്യം. യെരൂശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനി കരയേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിൽ അവന് നിശ്ചയമായും കരുണ തോന്നും. Answer is very right. 3 marks for Aksa JS. Second reading, close your Bibles. ബൈബിൾ അടയ്ക്കുക. അടുത്ത റീഡിംഗ് യെഹെസ്കേൽ 48-1.
എന്നാൽ ഗോത്രങ്ങളുടെ പേരുകൾ ഇതാകുന്നു: വടക്കേ അറ്റം മുതൽ ഹെത്ലോൻ വരെ, വഴിക്കരികെയുള്ള ഹമാത്ത് വരെ വടക്കു. 3 marks again for Aksa. Close your Bibles. മൂന്നാമത്തേതും അവസാനത്തേതുമായ വേദഭാഗം വെളിപാട് പുസ്തകം 19 അധ്യായം 1 മുതൽ. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. എഡ്വിൻ പറഞ്ഞത് ശരി, വെളിപാട് പുസ്തകം കണ്ടുപിടിച്ചതായാലും അല്ലേ? അപ്പോൾ വായിച്ച ശരിയാണ്. വെരി ഗുഡ്. സോ അക്സ ഗെറ്റ്സ് another 3 marks, റൈറ്റ്? ലിക്സായി കിടക്കാമായിരുന്നു, അപ്പോഴത്തേക്ക് ഇവിടെ വായന കഴിഞ്ഞു അല്ലേ? That's okay. So here we come to the close of the Bible bumper round. ബൈബിൾ ബമ്പർ റൗണ്ട് ഇവിടെ അവസാനിക്കുന്നു. ബൈബിൾ ബമ്പർ റൗണ്ടിൽ മത്സരാർത്ഥികൾക്ക് കിട്ടിയ മാർക്കുകൾ എത്രയാണ്, ഇൻക്ലൂഡിംഗ് ബോത്ത് റാപ്പിഡ് റീഡിംഗ് റൗണ്ട്? Aksa 30 marks. അക്സയ്ക്ക് 30 മാർക്ക് ലഭിച്ചിരിക്കുന്നു. Edwin no marks. എഡ്വിന് മാർക്കൊന്നും ലഭിച്ചിട്ടില്ല. Lixa Mol -1. ലിക്സ മോൾക്ക് -1. ഇനി ടോട്ടൽ സ്കോർ കാർഡ്. ഇവിടെ ഈ സ്റ്റേജിൽ, രണ്ടാമത്തെ സ്റ്റേജ് ഒലീവ് സ്റ്റേജിൽ, ആദ്യത്തെ സ്റ്റേജ് ഏത് സ്റ്റേജാണ്? അതിൻ്റെ ഇരട്ടി സമ്മാനമാണ് ലഭിക്കുന്നത്. എല്ലാം ക്യാഷ് പ്രൈസാണ്. റൈറ്റ്? ഹാപ്പി? എല്ലാവർക്കും സമ്മാനമുണ്ട്. ബട്ട് ഫസ്റ്റ് പ്രൈസ് ഈസ് ഡബിളിങ്. ഓൾറൈറ്റ്? ഡബിൾ. യെസ്. സ്കോർ കാർഡ് വന്നിരിക്കുന്നു. ലെറ്റ്സ് സീ. അക്സ ജയസിന് 81.5 മാർക്ക് ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. സെക്കൻഡ് പ്രൈസ് എഡ്വിൻ എബ്രഹാമിന് 13 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. ലിക്സ മോൾക്ക് 10 മാർക്ക്. ഒലീവ് സ്റ്റേജിൻ്റെ നിയമം ഓരോ റൗണ്ടിലും 2 പേരെ വീതം തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ല. മൊത്തമായിട്ട് ഒലീവ് റൗണ്ടിൽ മത്സരിക്കുന്ന എല്ലാ മത്സരാർത്ഥികളുടെയും മാർക്കുകൾ പരിശോധിച്ച് അതിൽ എത്ര മാർക്കാണ് അടുത്ത സീനായ് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നവർക്കെന്ന് നിജപ്പെടുത്തി അങ്ങനെയുള്ള ടോട്ടൽ മാർക്സ് അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനകത്ത് സാധ്യതയുണ്ട്. 2 പേരെ തിരഞ്ഞെടുത്തതായിട്ട് പറയാൻ പറ്റില്ല. ടോട്ടലായിട്ട് എല്ലാ റൗണ്ടും കഴിയുമ്പോൾ ഒലീവ് റൗണ്ടിലെ എല്ലാ മത്സരാർത്ഥികളുടെയും മാർക്കുകൾ പരിശോധിച്ച ശേഷം ടോപ്പായിട്ടുള്ള 25 പേര് 30 പേര് അത് മത്സരാർത്ഥികളുടേതായിട്ടുള്ള മാർക്ക് ലഭിക്കുന്നതനുസരിച്ച് ക്രമീകരിച്ചിട്ടായിരിക്കും അടുത്ത റൗണ്ടായ സീന റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത്. ഓൾറൈറ്റ്? ഈസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ. ഇപ്പോൾ ഞാൻ മത്സരാർത്ഥികളെ വിളിക്കും. ഓരോരുത്തരായിട്ട് വന്ന് സമ്മാനം ഏറ്റുവാങ്ങണം. ഓൾറൈറ്റ്? യെസ്. അക്സ ജയസ്, കൺഗ്രാജുലേഷൻസ്. സന്തോഷമായോ? ഓക്കെ. യെസ് എഡ്വിൻ, അവസാനം ഒപ്പിച്ചെടുത്തില്ലയോ? കൺഗ്രാജുലേഷൻസ്. ഓൾറൈറ്റ്. വെരി ഗുഡ് ലിക്സ. ചില സ്ലോ ആണ്, എല്ലാവരും കുറച്ചുകൂടെ മാർക്ക് കിട്ടിപ്പോയി. വെരി ഗുഡ്. നോ പ്രോബ്ലം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ ക്രൗൺ 2020. ദൈവവചനത്തിന്റെ പൊൻവെളിച്ചം ഇരുളടഞ്ഞ ജീവിതങ്ങളെ പ്രഭാപൂരിതമാക്കുവാൻ ബൈബിൾ ക്രൗൺ 2020 മുഖാന്തിരമൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജോൺ വർഗീസ്, ബീന ജോൺ, നിഖിൽ ആൻഡ് നിതിൻ, USA. ബൈബിൾ ക്രൗൺ 2020. The Lina Risa family dedicates with the prayers Bible Crown 2020 for the promotion and propagation of the Word of God.